ആയിട്ടുള്ള ടിപ്പാണ് കേട്ടോ. നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, അതായത് ഈ ചൂട് കൂടി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ്. ഈ ടിപ്പ് ഉപയോഗിക്കുന്നത് വഴി നമുക്കുണ്ടാകുന്ന ഗുണങ്ങൾ ഒരുപാടാണ് കേട്ടോ. നമ്മുടെ ശരീരത്തിലും മുഖത്തൊക്കെ ഉണ്ടാകുന്ന ചൂടുകുരുക്കൾ, അതുപോലെ പുറത്തിറങ്ങി നമ്മൾ തിരിച്ചു വരുമ്പോഴേക്കും നമ്മുടെ മുഖത്തും നമ്മുടെ ഷോൾഡർ ഭാഗത്തും കയ്യിലൊക്കെ ഉണ്ടാകുന്ന കരുവാളിപ്പ്, അല്ലാതെ മുഖത്തുണ്ടാകുന്ന ചൂട് കാരണം വരുന്ന അല്ലാതെ വലിയ കുരുക്കൾ, അതല്ലാതെ ചൊറിച്ചിൽ, ഇവയെല്ലാം ഈ ഒരു ടിപ്പ് ഉപയോഗിക്കുന്നത് വഴി നമുക്ക് മാറി കിട്ടും കേട്ടോ. ഈ ചൂടുകാലത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും അടിപൊളി ടിപ്പാണ് കേട്ടോ ഇന്ന് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് ഒരൊറ്റ ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ ആവശ്യമുള്ളൂ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തൈരാണ് കേട്ടോ. നല്ല കട്ടിത്തൈര് അത് തണുപ്പിച്ചെടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലത്. നന്നായിട്ട് തണുപ്പിച്ചെടുത്ത് അത് നമുക്ക് മുഖത്തും ശരീരത്തൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. കുളിക്കുന്നതിന് മുമ്പ് ശരീരത്തിൽ മുഴുവനായിട്ട് നമുക്ക് റബ്ബ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റിനൊക്കെ ശേഷം നമ്മൾ കുളിക്കുകയാണെങ്കിൽ ചൂടൂരുവിനൊക്കെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള മാറ്റം ഉണ്ടാവും കേട്ടോ. നമുക്ക് കുളിച്ച് നമ്മൾ ഇറങ്ങി കഴിയുമ്പോൾ തന്നെ അതിൻ്റെ നല്ല ചൂടൂരുവിൻ്റെ ആ വലിപ്പമൊക്കെ കുറഞ്ഞതായിട്ട് നമുക്കത് പെട്ടെന്ന് ചുണ്ടിപ്പോകുന്നതായിട്ട് കാണാം. തൈര് ശരിക്കും നല്ലൊരു ക്ലെൻസറാണല്ലോ. അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മൾ പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് നമ്മുടെ നൈസിൽ പൗഡർ അല്ലെങ്കിൽ ക്യാൻഡി പൗഡർ, അങ്ങനെ പൗഡറൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു തണുപ്പ് കിട്ടുമല്ലോ. ആ ഒരു തണുപ്പ് നമുക്കിത് യൂസ് ചെയ്യുമ്പോൾ തന്നെ കിട്ടും കേട്ടോ. അതുപോലെ ഇത് ഉപയോഗിച്ച് കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ മാറ്റം അറിയാൻ പറ്റും. പ്രധാനമായിട്ടും ചൊറിച്ചിൽ പെട്ടെന്ന് തന്നെ മാറി കിട്ടും. ചൂടൂര് വന്നതിന് ശേഷം ആ ഭാഗത്തുണ്ടാകുന്ന കളർ ചേഞ്ചസ്, ആ ഭാഗത്ത് ചൊറിഞ്ഞ് തൊലി പോകുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാവും. അതെല്ലാം ഇത് ഉപയോഗിക്കുന്നവർ മാറി കിട്ടും. അതുപോലെ നമുക്ക് ശരീരത്തിൽ ഏത് ഭാഗത്ത് വേണമെങ്കിലും നമുക്കിത് ഉപയോഗിക്കാം. മുഖത്ത് നമുക്ക് ചൂടുകുരു വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ചൊറിച്ചിലുള്ളത്, കരുവാളിപ്പുള്ളത്, അങ്ങനെയുള്ള ഏത് ഭാഗത്ത് വേണമെങ്കിലും നമുക്കിത് ഉപയോഗിക്കാം. ഇത് ഉപയോഗിക്കുമ്പോൾ ഓയിൽ സ്കിന്നുള്ളവർ ഇതിലേക്ക് ഒരു സ്പൂൺ കടലപ്പൊടിയോ അല്ലെങ്കിൽ അരിപ്പൊടിയോ കൂടി മിക്സ് ചെയ്ത് ഒരു ക്രീം ടെക്സ്ചറിൽ വേണം നമുക്ക് അപ്ലൈ ചെയ്യാൻ കേട്ടോ. ഓയിൽ സ്കിന്നുള്ളവർ മാത്രം അങ്ങനെ ഒന്ന് നോക്കുക. ബാക്കി നമുക്ക് നോർമൽ സ്കിന്നിനും ഡ്രൈ സ്കിന്നിനും ഇത് നേരെ തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ്. വേറെ ഒരു സൈഡ് എഫക്ട്സും ഇതുമൂലം ഉണ്ടാവുന്നതല്ല. നമുക്ക് ഈ ഒരു ചൂടിനെ അതിജീവിക്കാൻ ഏറ്റവും നല്ലൊരു പരിഹാരമാണ് കേട്ടോ ഇത്. ഈ ഒരു പരിഹാരം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത്രത്തോളം നമുക്ക് നമ്മുടെ ശരീരത്തിന് ഉന്മേഷവും ഊർജ്ജവും ഉണ്ടാവും. നമുക്ക് ഡെയിലി നമുക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത്. ഇല്ലെങ്കിൽ ഒരു 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ ചെയ്താലും നമുക്കിതിൻ്റെ ഗുണം അതുപോലെ തന്നെ ഉണ്ടാവും. നല്ല മാറ്റമായിരിക്കും കേട്ടോ ഉണ്ടാവുക. അപ്പോൾ വളരെ ചെറിയൊരു ടിപ്പാണ്, പക്ഷേ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ. എല്ലാവരും ഒന്ന് പരീക്ഷ നോക്കൂ. ഒരു വട്ടം പരീക്ഷിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ മാറ്റം ഉണ്ടാവും, ഉറപ്പാണ് കേട്ടോ. അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്കും ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും